ആ അമ്മ മീൻ കിട്ടിയാമേ? കിട്ടി മോളെ. അയില ഉണ്ടായിരുന്നു, നല്ല പച്ച അയില. അയില മേടിച്ച് 1/2 കിലോ. നമുക്കത് വറക്കാല. പിന്നെ ഞാൻ കുറച്ച് ചെമ്മീൻ മേടിച്ചിട്ടുണ്ട്. മോള് പറഞ്ഞല്ല ചെമ്മീപ്പുളി ഇട്ട് ചെമ്മീൻ കറി വെച്ച് തിന്നണോന്ന്, അതുകൊണ്ട് മേടിച്ചതാണ്. അതെല്ലാം അമ്മേ ചേട്ടന് ഇഷ്ടാവൂലല്ലോ പുളിയിട്ടൊക്കെ വെച്ചാല്. എപ്പോഴും അവന്റെ ഇഷ്ടത്തിന് വെക്കാൻ പറ്റുമോ? ഇടക്ക് നമുക്ക് നമ്മുടെ ഇഷ്ടമൊക്കെ നോക്കണ്ടേ. ഞാനും ചെമ്മീപ്പുളിയൊക്കെ ഇട്ട് ചെമ്മീൻ കറി ഇട്ടിട്ട് കൊറേ നാളായി. നമുക്ക് അങ്ങനെ വെക്കാന്ന്. പിന്നെ ആ ചെമ്മീത്തിന്ന് കുറച്ച് ചെമ്മീനെടുത്ത് അങ്ങ് ഒലത്ത് അപ്പൊ അതിലെ വറക്കുകയും ചെയ്യാം. അതാകുമ്പോ പിന്നെ അവൻ വേറൊന്നും അന്വേഷിക്കൊന്നുമില്ല. അവന് ചെമ്മീനോളത്തും അയിലോർത്തും കൊടുക്കാം, നമുക്ക് ചെമ്മീൻ കറി ഇട്ട് ചോറിനാണ്. അല്ല പണിയൊക്കെ ഒതുങ്ങിയമ്മേ. അവനിപ്പോ വരാറായിട്ടുണ്ടല്ലോ, ഇനി വന്നു കഴിഞ്ഞാൽ തുടങ്ങും. അതായില്ലേ ഇതായില്ലേന്ന് പറഞ്ഞോണ്ട്. അമ്മ വല്ലതും ചെയ്യണോ? ഇല്ല, എല്ലാം കഴിഞ്ഞമ്മേ. നടക്കാൻ പോയ ആള് വന്നിട്ടുണ്ട്. ചായ കൊടുക്കട്ടെ. ചായ എടുത്ത് കൊടുക്ക്. ഞാനേ ഒരു തേങ്ങ പൊളിക്കാം. ഞാൻ പൊളിച്ചോ? വേണ്ട. അച്ചോ, എന്നേട്ടാ ചായ. ഇതെന്താണ് ചായ? എന്തേട്ടാ, എന്താ കുഴപ്പം? എന്താണ്? വെറുതെ ചൂടുവെള്ളത്തിൽ പഞ്ചസാര ഇട്ട് കളിക്കാൻ ചായ ആവൂല. അല്ല, ഇന്നലെ ചായ ചേട്ടൻ കടുപ്പം കൂടിന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ ഇന്ന് കടുപ്പം കുറച്ചാണ് തന്നത്. നല്ല വാട്ടവെള്ളം പോലെ ഇരിപ്പുണ്ട്. ചായയാണ് ചായ. അല്ലേട്ടാ, അമ്മക്ക് കുഴപ്പമില്ലാന്ന് പറഞ്ഞല്ല, അമ്മ കുടിച്ചല്ല. അമ്മ അങ്ങനെയല്ലേ പറയുള്ളൂ. നിന്നോടുള്ള സ്നേഹം കൊണ്ട് വിഷമിക്കണ്ടെന്ന് ഓർത്തത് അമ്മ അങ്ങനെ പറയണത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഉള്ളത് മൂത്ത് നോക്കി പറയും. ഒന്നിനും കൊള്ളൂല ചായ. നിനക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയാമോ? ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിഞ്ഞൂടെ. ചില ആൾക്കാരൊക്കെ ഇല്ലേ ചായ ഉണ്ടാക്കുമ്പില്ലേ കൈപ്പുണ്യാണ്. എന്താണ്, ഞാൻ ഇന്നലെ ദീപക്കിന്റെ വീട്ടിൽ പോയിരുന്നു. അവന്റെ ഭാര്യ ബിന്ദു ഇല്ലേ, അവള് ചായ ഉണ്ടായിക്കൊണ്ട് തന്നു. ഇഞ്ചി ചായ. എന്റെ ദൈവമേ, എന്ത് ടേസ്റ്റാണ് ആ ചായ കുടിക്കാനായിട്ട്. എന്റെ നാവിൽ ഇപ്പോഴും ഉണ്ട് ആ ചായയുടെ ടേസ്റ്റ്. അതൊക്കെയാണ് കൈപ്പുണ്യം. അല്ലാണ്ട് ഒരു ഉപയോഗമില്ല. ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിഞ്ഞൂടെ. എന്തിനു കൊള്ളതിനൊക്കെ. ഞാൻ നാളെ നന്നായിട്ട് ഉണ്ടാക്കേട്ടാ. അയ്യോ വേണ്ടേ. ഇനി ഇഞ്ചി ചായ എന്നും പറഞ്ഞുകൊണ്ട് ഏറ്റവും തന്നെ ഉണ്ടാക്കി വരുമ്പം പല രസോ അല്ലെങ്കിൽ ഇഞ്ചിച്ചാറക്കായി മാറും. അതുകൊണ്ട് വേണ്ട. ഇത് നീ തന്നെ കൊണ്ടോ, കുടിച്ചോ. എനിക്ക് വേണ്ട, ചെല്ലി. ഇവളൊക്കെ എന്തിന് കൊള്ളാം. എടാ, എന്തായിരുന്നടാ ചായക്ക് കുഴപ്പം? ആ ചായക്ക് ഒരു കുഴപ്പം ഉണ്ടായില്ല, ഞാനും കുടിച്ചതല്ലേ. അമ്മ കുടിച്ചെങ്കിൽ അമ്മക്ക് ഇഷ്ടപ്പെട്ട അമ്മ കുടിച്ചോ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ലാന്ന്. നീ വെറുതെ അവളെ ഓരോന്നിനും ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേട്ടാ. വെറുതെ ഒന്നുമല്ല, ഒരാൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ഇഷ്ടപ്പെടില്ലെന്ന് പറയുന്ന മുഖത്ത് നോക്കി അമ്മ വെറുതെ അവളെ സപ്പോർട്ട് ചെയ്തു. ഇങ്ങനത്തെ ഒരു സാധനം അവനെല്ലാ ദിവസം ആ കൊച്ചിനെ കുറ്റം പറഞ്ഞില്ലെങ്കിൽ അവന് ഒരു സമാധാനവും കിട്ടൂല. അതെ, അവളുടെ റിലേറ്റീവ് ഒരു വല്യമ്മ ഉണ്ടായിരുന്നു, കുറെ നാളായിട്ട് വയ്യാതെ കിടക്കണായിരുന്നു. ഇന്ന് രാവിലെ മരിച്ചു. അപ്പൊ അവിടെ വരെ പോയി. പിന്നെ അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അങ്ങനിപ്പോ വന്നോളൂ. പിന്നെ ലീവാക്കി. അതൊന്ന് ലീവാക്കി. ഞാനതെ ഇപ്പൊ പോകാനായിട്ട് ആകെ ഒരു ഭയങ്കര മടിയായിരുന്നു. രാവിലെ എഴുന്നിട്ട് മഴയായിരുന്നല്ലോ രാവിലെ. ചേട്ടാ, ബിന്ദു ഇല്ല ഇവിടെ? ഇല്ല, അവള് റെസിഡൻസിന്റെ ഓണം സെലിബ്രേഷൻ ഒക്കെ അല്ലേ, അപ്പൊ മറ്റേ തിരുവാതിര കളി ഉണ്ടല്ലോ, അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് പോയി. അല്ല, അച്ചു പോയില്ലേ ഇപ്പൊ? ഇല്ലേട്ടാ, അവരെന്നെ വിളിച്ചായിരുന്നു, പക്ഷെ ഞാൻ പോയില്ല. ചേട്ടൻ വിട്ടില്ല. എന്താടാ, അച്ചു ഡാൻസ് ഒക്കെ കളിക്കണല്ലേ, അപ്പൊ വിടായിരുന്നില്ല? ഇതൊക്കെ ഒരു സന്തോഷമല്ലേ, എല്ലാരും കൂടി അവിടെ. ശരിയാണ്, സന്തോഷമാണ്. പക്ഷെ ഇവള് പോയി കഴിഞ്ഞാലേ ബാക്കിയുള്ളവരോട് സന്തോഷം എല്ലാം പോകും. നിനക്ക് വല്ല വട്ടണ്ട ഇവക്ക് കളിക്കാനെന്ന് പറഞ്ഞൂടെ? കൂട്ടത്തിൽ കിടന്നിട്ട് തിരുവാതിരയും കളിച്ചേട്ടൻ എല്ലാം കൂടി അവിടെ തലയും കുത്തി സ്റ്റേജിലും വീഴും. ഇവള് ഒറ്റ കളിക്കും, സിംഗിൾ ഡാൻസ്. അതാവുമ്പോ പിന്നെ സ്റ്റെപ്പ്. എന്താണ് നന്ദു, ഇതൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്? അവളാണെങ്കിൽ ഒറ്റയ്ക്ക് ഡാൻസ് ഒക്കെ കളിച്ച് വീഡിയോ കിട്ടണ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അത് ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കണത്. അവരെയൊക്കെ വിട് അതിനൊക്കെ. എടാ, നീ നിന്റെ ഭാര്യയായിട്ട് ഇതിനെ കമ്പയർ ചെയ്യട്ടാ. ഇത് വെറും മണ്ടകുന്നതാണ്. ഇതിലൊരു സാധനം അറിഞ്ഞൂടാ. ഡാൻസ് എന്നല്ല, ജീവിതത്തിൽ തന്നെ ഒരു കിണ്ടി അറിഞ്ഞൂടാ. വല്ലതും വായിക്കൊരു ചേട്ടി ഉണ്ടാക്കി തരാൻ അറിയാമോ? ഒരു കല്യാണം കഴിഞ്ഞ് വന്നൊരു ദിവസത്തെ കഴിഞ്ഞാൽ പറയട്ടെ, അവരോട് പറയണ്ട. മീൻ വറുത്ത് ഇവളെ എണീപ്പിച്ചതമ്മ. മീൻ വറക്കാനായിട്ട് മസാലപ്പൊടി ഇട്ട് മാറിപ്പോയി. ഞാൻ മീൻ കഴിക്കാൻ വേണ്ടി എടുത്തപ്പോയി രസത്തിന്റെ മണവും ചോവേ.
അപ്പൊ ഞാനോട് രസം വെച്ചിട്ടില്ല, പിന്നെന്താണ് ഈ ഒരു മണമെന്ന്. സംഭവം മീൻ മസാല ഇട്ടത് രസത്തിന്റെ പൊടിയാണ്, അങ്ങനത്തെ സാധനമാണ്. പിന്നെ ഇതിന് ഞങ്ങളിവിടെ വെറുതെ നാളം കിടാൻ ആൾക്കാരുടെ മുമ്പിൽ. എന്റെ പൊന്നല്ലയാ, ഒരു കാര്യം ഞാൻ പറയട്ടെ, നല്ലൊരു ഭാര്യനെ കിട്ടാനല്ലേ ഭാഗ്യം ചെയ്യണം. എന്തായാലും നീ ആ കാര്യത്തില് എന്താ പറയാ ലക്കിയാണ്. അടിപൊളി ഭാര്യ നിനക്ക് കിട്ടി, എല്ലാം കൊണ്ടും കഴിവുള്ള ഒരു ഭാര്യ. പക്ഷെ ഞാൻ ആ കാര്യത്തിൽ വെറും പട്ടപ്പൂജയായി പോയി മോനെ. നിന്റെ ഭാര്യയുടെ വാലി കെട്ടാനില്ല ഇത് നിക്കണല്ലേ. എടാ നീ എന്ത് പണിയാണ് കാണിച്ചത്? എന്തിനാണ് ആ കൊച്ചിന് ഇങ്ങനെയൊക്കെ പറയണത്? മറ്റുള്ളവർ മുമ്പിൽ വെച്ച് പറയുമ്പോ അതിന് വിഷമാവില്ലേ? കണ്ടില്ലേ ഒന്നും മിണ്ടാണ്ടത് പോയത്? ജടാ, ഞാനതിന് ഇല്ലാത്തൊന്നും പറഞ്ഞില്ല, ഉള്ളതേ പറഞ്ഞിട്ടുള്ളൂ. അതല്ല അവള് മിണ്ടാണ്ട് പോയത്, നിനക്ക് മനസ്സിലായില്ലേ? അത് ഞാൻ പോണം. ചേട്ടാ, ഇതെന്ത് പാട്. സത്യം പറഞ്ഞാല് ഇതാണ് ആർക്കും ഇഷ്ടപ്പെടൂല. ചേട്ടാ, നാളത്തെ ഫംഗ്ഷനില്ലേ ഇതിലേത് ഡ്രസ് ഇടുന്നു ചേട്ടാ? ഞാനത്തെ ഫംഗ്ഷന് എന്റെ ഒപ്പം വരാനേട്ടാ ഈ ഡ്രസ് ഇട്ടാ. എന്താണ് അതിന് കുഴപ്പം? എന്റെ പൊന്നച്ചു, ഇതൊക്കെ പഴഞ്ച മോഡലാണ്. നിനക്ക് പൈസ തന്നിരുന്നില്ല ഡ്രസ് എടുക്കാണ്ട്, നീ എടുത്തില്ലേ? ഈ ഡ്രസ് ഇതാ എടുത്തത്. അവിടെ കടയിലെ ചേച്ചിമാരൊക്കെ പറഞ്ഞല്ലോ നന്നായി ചേർന്നുണ്ട്, നല്ല ഭംഗിയുണ്ടെന്ന്. ഇത് മന്ന ബുദ്ധി, അവരങ്ങനെയല്ലേ പറയുള്ളൂ. അവരുടെ സാധനം ചെലവാകാൻ വേണ്ടി. ഇതൊക്കെ പഴഞ്ചൻ സ്റ്റോക്കാണ്, പണ്ടത്തെ ജാമ്പവാന്റെ കാലത്തെ ഓരോ മോഡലായിട്ട് വന്നാക്കിയാണ് അവള്. പിന്നെ അമ്മ പിന്നെ നിനക്ക് എന്തിനും ഒത്താശായിട്ട് ചെയ്ത് നിൽക്കുന്ന ആളാണല്ലോ. ഒരു ഡ്രസ്സായിട്ട് വന്നാക്കി. ആ, അതിട്ടിട്ടേ നാളെ വിടിരുന്നോ, എന്റെ ഒപ്പം വരണ്ട. ആ, അങ്ങനെയൊക്കെയുള്ള പരിപാടിക്ക് ഇടാൻ പറ്റുള്ളൂ. ഇതേപോലത്തെ ഒരു ഹെവി ഫംഗ്ഷൻ ഇടാൻ പറ്റൂല. എന്റെ പൊന്നച്ചു, ഉള്ള കാര്യം തുറന്നു പറയാം, നിനക്ക് വിഷമം തോന്നരുത്. നിനക്ക് നല്ലൊരു ഡ്രസ്സ് എടുക്കാനുള്ള സെൻസ് ഇല്ല. ഇതേപോലത്തെ ഓരോന്നും എടുത്തുകൊണ്ട് വരും. എന്റെ ഓഫീസിലെ മാഡമില്ലേ, അവരൊക്കെ ഇടുന്ന ഓരോരോ ചുരിദാറുകൾ കാണണം. എന്റെ ദൈവമേ, എന്ത് രസമാണ്, എന്ത് കളർ കോമ്പിനേഷനാണ്. അങ്ങനെയാണ് ഈ ഡ്രസ്സൊക്കെ എടുക്കാൻ അറിയണ പെണ്ണുങ്ങള്. നീ പോയി കഴിഞ്ഞാൽ ഈ പണ്ടത്തെ ഈ എന്താ പറയണ പഴയ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരാൻ നിനക്കറിയുള്ളൂ. നല്ലൊരു ഡ്രസ്സ് എടുക്കാൻ നിനക്ക് അറിഞ്ഞൂടാ. ഉള്ള പറയണോണ്ട് വിഷമൊന്നും തോന്നരുത്. ഞാൻ എന്തായാലും കുറച്ചു നേരം കഴിയുമ്പോൾ പുറത്തു പോകുന്നുണ്ട്. ഞാനൊരു ഡ്രസ്സ് മേടിച്ചുകൊണ്ട് തരാം, എന്നിട്ട് അതിട്ടിട്ട് എൻ്റെ ഒപ്പം വന്നാൽ മതി. ഇല്ലെങ്കിൽ നീ വരണ്ട. കാരണം മനസ്സിലായ, ഇത് രണ്ടും കൂടെ ആ വല പഴയ എടുക്കാനായിട്ട് ആൾക്കാർ വരും, അവർക്ക് കൊണ്ട് കൊടുക്ക്. ഒരു ഡ്രസ്സ് മേടിച്ചുണ്ടാക്കി ആ കാശും കളഞ്ഞ്. ഞാൻ മേടിച്ചിട്ട് തരാം, അതിട്ടാ മതി. നല്ല ഡ്രസ്സാണ്, ഒറ്റ ഡ്രസ്സ്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വേസ്റ്റാണ്, ഒരു കഴിവൂല. അച്ഛേ, എന്തായിട്ടാ നിന്റെ ഞാൻ ബ്ലൂ ഷർട്ട് തേച്ച് നോക്കണം, തേച്ചാ? അയ്യോ, അത് ഞാൻ അലക്കിട്ടിട്ടേ അഴയെ കിടക്കണേണ്. അഴന് തനിയെ വന്നത് തേക്കോ? മറന്നു ചേട്ടാ, മറന്നുപോയി. നീ എന്താടി ഇങ്ങനെ? ഞാൻ ഇന്നലെ ഇവിടെ നിന്നിട്ട് പറഞ്ഞേൽപ്പിച്ചല്ലേ? ചേട്ടാ, അത് ഞാൻ മറന്നിട്ടല്ലേ. എല്ലാ കാര്യം കൂടി ചെയ്തപ്പേ ഞാനൊരു മനുഷ്യനല്ലേ ഏട്ടാ, വിട്ടുപോയി. ചേട്ടൻ ഒരു കാര്യം ചെയ്, ചേട്ടൻ തേക്കെങ്കി. ഇനി ഞാൻ തേക്കണം. നിനക്കപ്പോ ഇവിടെ എന്താ പരിപാടി? എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞല്ലേ അപ്പൊ തുടങ്ങും അവളുടെ ഒരു കണക്ക് പറച്ചിട്ട്. ഒറ്റക്ക് ഇവിടെ മലമറിക്കാനാണ് നിനക്ക്. പിന്നെ എന്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല. പിന്നെ നിന്റെ ആവശ്യം എന്താണ് ഇവിടെ? മറന്നുപോയിട്ടല്ലേ? മറന്നുപോയി. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യണം? പോയത് തേക്ക്. ഇങ്ങനത്തെ ഒരു ജന്തുവിനാണല്ലോ എനിക്ക് ഭാര്യയായിട്ട് കിട്ടിയത്. നീക്കേ ആ ദീപക്കിന്റെ ഭാര്യനെ കണ്ടുപിടിക്കേ. അപ്പൊ എങ്ങോട്ടൊക്കെ അവന്റെ കാര്യങ്ങളൊക്കെ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തിരിക്കണേ. കാണുമ്പോ നമുക്ക് തന്നെ പുതിയായി പോകും. അതൊക്കെയാണ് യോഗം എന്ന് പറയുന്നത്. എനിക്ക് ഇങ്ങനത്തെ ഒരു വിദ്യയാണല്ലോ കിട്ടിയ ദൈവമേ. മോളെ അച്ചു, എന്താണ് മോൾക്കറിയണ? കണ്ണിലെ പൊടി പോയി. മോളെ, ഇന്ന് നിങ്ങൾ തമ്മിലുള്ള സംസാരിക്കണതേ അമ്മ കേട്ട്. അമ്മ, എനിക്ക് എന്ത് കുറവാമ്മ ഉള്ളത്? ഞാനിവിടുത്തെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെയല്ലേ ചെയ്യണത്. പക്ഷെ ചേട്ടനാണെങ്കിൽ ചേട്ടന്റെ ഓഫീസിലെ മേഡത്തിനെ പറ്റിയും ചേട്ടന്റെ കൂട്ടുകാരന്റെ ഭാര്യനെയൊക്കെ പറ്റി ഞാനായിട്ട് എന്നെയായിട്ട് താരതമ്യം ചെയ്യണമ്മേ. എനിക്കത് കേൾക്കുമ്പോ എന്തോരം വേദനയാണ് അമ്മേ അത് കേൾക്കുമ്പോ. ഞാനൊരു ഭാര്യയല്ലേ അമ്മേ. എന്റെ മോൾ സങ്കടപ്പെടണ്ട, എല്ലാം ശരിയാവും. അതിനൊരവസരം ദൈവം നമുക്ക് തരും. അവനെ ഒരു തിരിച്ചറിവുണ്ടാവും. ഇനി ഇവിടെ ഒറ്റക്കിരുന്ന് കരയല്ലേട്ടാ.
അല്ല മോളമ്മനോട് പറഞ്ഞല്ല എന്തോ ഒരു ഡാൻസ് കളിക്കണ വീഡിയോ പിടിച്ചെന്നൊന്ന് വാ നമുക്കത് ചെയ്യാം. അപ്പൊ ഈ സങ്കടമൊക്കെ മാറും. മോള് വന്നേ. നന്ദു ആ എന്താടാ ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താണ്? എനിക്ക് പ്രമോഷനായി. ആഹാ അത് കലക്കിയല്ല. ഇന്ന് ഉച്ചക്കാണ് അറിഞ്ഞത്. അത് ശരി. ആ. അപ്പൊ അസിസ്റ്റന്റ് മാനേജറായി. അതെ അതെ. അപ്പൊ ചെലവുണ്ടാ. ചെലവൊക്കെ ചെയ്യാം. ഇതാര് ദീപു മോനാ? എന്താണ് മോനെ വിശേഷം? അമ്മ എനിക്ക് പ്രമോഷനായി. അപ്പൊ അതൊന്ന് നന്ദുവിനോടൊക്കെ നിങ്ങളോടൊക്കെ ഒന്ന് പറയാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ആഹാ മോന് പ്രമോഷനായ അസിസ്റ്റന്റ് മാനേജറായി ഇപ്പൊ. അമ്പോ അപ്പൊ ഇന്റെ സാലറി ഒക്കെ കുറെ കിട്ടുമല്ലോ. കൂടും. അല്ല മോൻ കാർ എടുത്താ? കഴിഞ്ഞ ദിവസം എടുത്തായിരുന്നു. അപ്പൊ മറ്റേത് മാറ്റിയല്ലേ? മറ്റേത് മാറ്റി. വലിയ വണ്ടി എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ അത് നടക്കട്ടെ എന്ന് വിചാരിച്ച്. 30-35 ലക്ഷം രൂപ എന്നൊക്കെ കേട്ട്. കുറച്ച് പൈസയായി. നല്ല വിലയുണ്ടത്. അല്ല ഇനിയിപ്പൊ പേടിക്കണ്ടല്ല, മോനിപ്പോ നല്ല സാലറി ആയില്ലേ, ഇനി അതൊക്കെ അങ്ങ് പെട്ടെന്ന് അങ്ങ് കൊടുത്ത് തീർക്കാല. അല്ല നിങ്ങളൊപ്പം പഠിച്ച സാഗറിന് എന്താ UK എന്തോ ജോലി കിട്ടിയെന്ന് പറഞ്ഞു? ഞാനും കേട്ട് അടുത്ത ആഴ്ച പോകുന്നു. ഞാനത് പറയാൻ വിട്ടുപോയത്. നല്ല സാലറി ഒക്കെ ഉണ്ടെന്നിട്ട് 2 ലക്ഷം രൂപയൊക്കെ ഉണ്ടെന്ന് കേട്ട്. സ്റ്റാർട്ടിങ്ങിലാണ് അതിൽ കൂടി. നിങ്ങളുടെ 3 പേരുടെ കൂട്ടത്തില് ഇവൻ മാത്രമാണ് ഒന്നും ഇല്ലാതെ അതെ ഇങ്ങനെ ആയിപ്പോയി. ഇപ്പോഴും ആ ജോലി ക്ലർക്കാണ്. നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോയല്ല, അത് തന്നെ ഭാഗ്യം. എടാ നീ സാഗറിനെ ദീപുമോനെയൊക്കെ കണ്ടു പഠിക്കടാ. അവരൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെട്ടത് കണ്ട. ദീപുമോനെ തന്നെ ഇപ്പൊ തന്നെ നോക്കിയേ, സ്വന്തമായിട്ട് വീട് വെച്ച് കാറ് മേടിച്ച്, അതും വലിയ വില കൂടിയ കാറ്, സൗകര്യങ്ങളായി. ഇപ്പൊ അവന്റെ വീട്ടില് സന്തോഷത്തോടെ അവൻ ജീവിക്കണണ്ട. ഇപ്പൊ ദേ അസിസ്റ്റന്റ് മാനേജറായി. സാഗറിനാണെങ്കിലോ നല്ല ജോലിയും കിട്ടി, സാലറിയും കിട്ടി. നീ ഇത്ര വർഷത്തിനുള്ളിൽ എന്ത് ചെയ്ത്? നിനക്ക് വല്ലതും ഉണ്ടാ? സ്വന്തമായിട്ട് വീട് വെച്ചാ? അതില്ല. അതിപ്പോ അച്ഛൻ വെച്ചേക്കണോണ്ട് ആ ഒരു വീടുണ്ട്. നിന്റെ വണ്ടി അത് ആര് മേടിച്ചെന്നാണ്? ബൈക്ക് പോലും നീ സ്വന്തമായിട്ട് മേടിച്ചില്ല, അതും അച്ഛന്റെ കാശുകൊണ്ടാണ് അതും മേടിച്ചത്. ആ ജോലിയാ അച്ഛൻ മരിച്ചപ്പോ അച്ഛന്റെ ആ ക്ലർക്കിന്റെ ജോലി നിനക്ക് കിട്ടി. നീ സ്വന്തമായിട്ട് ഇത്രയും നാൾക്കിടയിൽ കഷ്ടപ്പെട്ട് എന്തെങ്കിലും നേടിയിട്ടുണ്ടാ? അമ്മ വെറുതെ നന്ദുനെ കുറ്റപ്പെടുത്തണ്ട. അതൊക്കെ ആ സമയവും അതൊക്കെ അങ്ങോട്ട് ശരിയാവും. മോന്റെ നല്ല മനസ്സുകൊണ്ടാണ് മോൻ ഇങ്ങനെ പറയണത്. സമയം മാത്രം ശരിയായ പോരാ, കഴിവും കൂടി വേണം. ഇവൻ അതിനുള്ള കഴിവൊന്നുമില്ല, അതല്ലേ ഇവൻ ഇപ്പോഴും ഇങ്ങനെ നിൽക്കണത്. അമ്മ സംസാരിക്കുന്ന സമയം പോവും. എനിക്ക് 2-3 വീടുകളിലും കൂടി ചെന്ന് പറയാനുണ്ട്. വൈകുന്നേരം ഒരു പാർട്ടി ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും വരണോട്ടാ. അമ്മ അച്ചു വന്നോട്ടാ അങ്ങോട്ട് വൈകുന്നേരം ആവുമ്പോഴേക്കും. അതെന്തായാലും വരാം മോനെ. ശരി ശരി ശരി. എന്റെ അമ്മ എന്ത് വർത്താനോട് പറഞ്ഞത്? അവന്റെ മുമ്പ് വെച്ചാൽ നാണം കെടുത്തണം. ഞാനെന്ത് പറഞ്ഞ്? അമ്മ പറഞ്ഞത് ഇല്ലാത്തതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ അമ്മ മറ്റുള്ളവരുടെ മുമ്പിൽ ചെയ്യും സ്വന്തം മോനാ ഇങ്ങനെ നാണം കെടുത്തുന്നതും താത്തി കെട്ടണം അത്ര നല്ല സ്വഭാവമൊന്നുമില്ല. എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടായില്ല. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ എനിക്ക് നാളെ അവന്റെ മൂത്ത് പോകാനുള്ളല്ലേ. മതിയടാ നിന്റെ സംസാരം നിർത്ത്. അതെ സ്വന്തം കുറവുകളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞപ്പ നിന്റെ നെഞ്ചു പൊട്ടിയാ? നിനക്ക് ദേഷ്യം വന്നിട്ടല്ല. ഈ നിക്കണതേ നിന്റെ ഭാര്യയാണ്. ഇവള് കല്യാണം കഴിഞ്ഞ് എന്നീ കുടുംബത്തിൽ കയറി അന്ന് മുതലേ ഇവള് ജീവിക്കണത് ഈ കുടുംബത്തിന് വേണ്ടിയാണ്. ഇവള നീ കൂട്ടുകാരുടെ മുമ്പിലും എല്ലാരുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തപ്പ നിനക്ക് ദേഷ്യമൊന്നും വരാറില്ലല്ല. രാവിലെ കുടിക്കണ ചായ മുതല് രാത്രി നീ കിടക്കണ കട്ടിൽ വരെ ഒരു കുറവുമില്ലാതെ നിന്നെ നോക്കണവളാണ് നിന്റെ ഭാര്യ. എന്നിട്ട് നീ എന്താണ് ചെയ്യണത്? ദിവസവും അവളെ ഓരോ പെണ്ണുങ്ങളെ വെച്ച് താരതമ്യം ചെയ്തല്ലേ. ആരെയൊക്കെ വെച്ചാണ്? ദീപുവിന്റെ ഭാര്യ, അപ്പത്തൊട്ടുള്ള പെൺകൊച്ചി, ഓഫീസിലെ മാഡത്തിന് വരെ വെച്ച് നീ ഇവളെ താരതമ്യം ചെയ്യൂലേ. അപ്പൊ ഇവിടെ എന്തോരം സങ്കടപ്പെടണ്ടാവും. ഇവളുടെ നെഞ്ചു പൊട്ടിക്കറിയണത് നീ കണ്ടിട്ടുണ്ടാ? ഓരോ പെണ്ണിനെ അവരുടേതായ കഴിവും വ്യക്തിത്വവും ഉണ്ട്. അപ്പുറത്തെ വീട്ടിലെ വെളിച്ചം കണ്ടിട്ടേ സ്വന്തം വീട്ടിലെ വിളക്കൂതിക്കെടുത്തരുത് മോനെ. നിന്റെ എല്ലാ കുറവുകളും അറിഞ്ഞിട്ടേ നിന്നെ സ്നേഹിക്കണവളാണ് നിന്റെ ഭാര്യ. അവളെയാണ് നീ മറ്റുള്ള പെണ്ണുങ്ങളെ വെച്ച് താരതമ്യം ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ നിന്നെ ഒന്ന് താരതമ്യം ചെയ്തപ്പ നിനക്കങ്ങ് ദേഷ്യവും സങ്കടവും വന്നില്ല. അതേ വിഷമം തന്നെ ഇരിക്കണു അവളും അനുഭവിച്ചിട്ടുള്ളത്. ഇനി മേലാല് മറ്റൊരു പെണ്ണിനെ വെച്ച് ഇവളെ നീ താരതമ്യം ചെയ്താല് എന്റെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കൂല. മര്യാദക്ക് നീ അവളോട് ചെയ്തതിനൊക്കെ മാപ്പ് പറഞ്ഞു. എന്നിട്ട് നീയേ വീട്ടിലേക്ക് കേറിയാ മതി. ഇതുപോലെ സ്വന്തം ഭാര്യയെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കളിയാക്കുന്ന
കുറച്ച് ഭർത്താക്കന്മാർ നമുക്കിടയിലുണ്ട്. ഇങ്ങനെ മറ്റൊരാളുടെ മുന്നിൽ വെച്ച് അവരെ പരിഹസിക്കുമ്പോൾ ആ മുള്ളു ചെന്ന് തറയ്ക്കുന്നത് അവരുടെ ആത്മാഭിമാനത്തിലാണ്. തരം താഴ്ത്താനല്ല, ചേർത്തണച്ച് കൂടെ നിർത്താനാണ് പങ്കാളി വേണ്ടത്. ബഹുമാനിക്കാൻ പഠിക്കുമ്പോഴാണ് സ്നേഹം പൂർണ്ണമാകുന്നത്. എന്താ പറഞ്ഞത് സത്യമല്ലേ?